നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14, 2025 തിങ്കൾ. അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ഫോളോയോടുകൂടി തുടർച്ചയായി 2 ആഴ്ചയിൽ നിഫ്റ്റി നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയിൽ 1.22% സെൻസെക്സിൽ 1.12% ഇടിവും ദൃശ്യമായി. കഴിഞ്ഞ ആഴ്ചത്തെ ഇടിവിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രധാനമായിട്ട് നയിച്ചത് TCSന്റെ Q1 റിസൾട്ട് വന്നതിനെ തുടർന്ന് IT സ്റ്റോക്സിലുണ്ടായ ഇടിവും 200% ട്രേഡ് താരിഫിന്റെ ഭീഷണിയെ തുടർന്ന് ഫാർമ സ്റ്റോക്സ് ഫോൾ ആയതും ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് പുതിയ പ്രഖ്യാപനങ്ങൾ വന്നത് മാർക്കറ്റിന്റെ ആശങ്കയും അനിശ്ചിതത്വത്തെയും വർദ്ധിപ്പിച്ചതൊക്കെ നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിക്കുകയുണ്ടായി. അതുകൂടാതെ ട്രംപിന്റെ ഭാഗത്തു നിന്നും കാനഡയ്ക്കെതിരെ വന്ന 35% അഡീഷണൽ താരിഫും നമ്മുടെ മാർക്കറ്റിലും ആശങ്കകൾ വർദ്ധിപ്പിക്കുക ഉണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ലോക്കലി 2 ഇവന്റ്സുകളുണ്ട്. ഇന്നാണ് WPI ഡേറ്റയുടെയും CPI ഡേറ്റയുടെയും റിലീസ്. നാളെയാണ് ജൂലൈ 15 ഇന്ത്യയിലെ ഫസ്റ്റ് ടെസ്ല ഷോറൂം മുംബൈയിൽ ഓപ്പൺ ആകുന്നത്. സോ അതിന്റെ ഒരു ആക്ഷൻ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഓട്ടോ സ്റ്റോക്സിലും കാണുവാനായിട്ട് സാധിച്ചേക്കാം. ഇന്ന് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന പ്രധാന കമ്പനികൾ HCL ടെക്നോളജീസ്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ടാറ്റ ടെക്നോളജീസ്, തേജസ് നെറ്റ്വർക്ക്, നെൽകോ, റാലീസ് ഇന്ത്യ, ഡെൻ നെറ്റ്വർക്ക്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിലവിൽ നമ്മുടെ മാർക്കറ്റിലെ ട്രെൻഡ് വെള്ളിയാഴ്ചത്തെ ഫോളോയോട് കൂടിയിട്ട് ബെയറിഷ് ആയിട്ട് തന്നെ തുടരുന്നു. 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആണ്. അവിടെ നിന്നും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,900, 24,800 തുടങ്ങിയ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകൾ തന്നെ ആണ്. അതേസമയം 25,000 നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് ഒരു തിരിച്ചുവരവ് നടത്തിയാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,300 എന്ന ലെവലില് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുവാൻ സാധ്യതകൾ ഏറെയാണെന്നും അഭിപ്രായങ്ങൾ ഉണ്ട്. അവിടെ നിന്നും നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് റാലി നടത്തുവാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ 25,500 എന്ന ലെവലിലും എത്തിപ്പെടാൻ സാധിക്കുമെന്ന അഭിപ്രായങ്ങളുമുണ്ട്. പ്രത്യേകം ഓർക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. മാർക്കറ്റിലെ കാര്യങ്ങൾ ഒരിക്കലും കോൺക്രീറ്റ് അല്ല. പുതിയ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ജെയിൻ സ്ട്രീറ്റിനെ ഇന്ത്യയിൽ ബാൻ ചെയ്തതിനു ശേഷം F&O സെഗ്മെന്റിൽ 20% വോളിയത്തിൽ ഇടിവ് രേഖപ്പെടുത്തി. സെബിയുടെ ഭാഗത്തു നിന്ന് പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. സെൻസെക്സിലേക്ക് ജെയിൻ സ്ട്രീറ്റിനെതിരെയുള്ള അന്വേഷണം വിപുലീകരിക്കുമെന്ന്. തൽഫലമായി നമ്മൾ കണ്ടു വെള്ളിയാഴ്ച 4% BSE സ്റ്റോക്ക് ഇടിഞ്ഞതും ഇന്നും BSE സ്റ്റോക്ക് ഫോക്കസിൽ ഉണ്ടാകും. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാഴ്ചയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി വിക്സ് ലോ ആയതുകൊണ്ട് പ്രീമിയവും കുറവാണ്. അതുകൂടാതെ ഇപ്പം വോളിയവും കുറവായതിനു ശേഷം മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും വലിയ രീതിയിൽ ദൃശ്യമാകുന്നില്ല. സോ അത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ട്രബിളിൽ ആക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ലീഡിംഗ് ആയ ഇന്ത്യൻ ADR സ്റ്റോക്സ് US ആക്സിസ് ബാങ്കും ഇൻഫോസിസ് ADRും ഒഴികെ ബാക്കി എല്ലാ ADRസും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന്റെ ഒരു പ്രതിഫലനവും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്ക് പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മെറ്റയായിരുന്നു US മെയിൻ ഡ്രാഗർ. അതുകൂടാതെ ട്രംപിന്റെ ഭാഗത്തു നിന്നും കാനഡയ്ക്ക് എതിരെ 35% ട്രേഡ് താരിഫ് കൊണ്ടുവന്നതും അമേരിക്കൻ മാർക്കറ്റിന്റെ നിറത്തിന് മങ്ങലേൽപ്പിക്കുകയുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും വെള്ളിയാഴ്ച നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ, അതായത് 27 രാജ്യങ്ങൾക്കെതിരെ അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കുക ഉണ്ടായി. സോ അതിന്റെ ഒരു ആക്ഷൻസും ഇന്ന് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിക്കും. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒന്നെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ Nikkei 225 നഷ്ടത്തോടു കൂടിയിട്ടും കൊറിയൻ മാർക്കറ്റ് നേട്ടത്തോടു കൂടിയും വ്യാപാരം തുടരുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ ഉയർന്ന നിലയിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലും സ്പൈക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഒരു കാര്യം ഓർക്കുക, ഇന്ത്യ വിക്സ് ഇപ്പോ അൾട്രാ ലോ ആണ്. 11.81 നിലയിലാണ് നിൽക്കുന്നത്. വിക്സ് അൾട്രാ ലോ ആയതുകൊണ്ട് തന്നെ പ്രീമിയംസും ലോ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും കാരണവശാല് വിക്സ് ഷൂട്ടപ്പ് ആയാൽ പ്രീമിയംസും ഷൂട്ടപ്പ് ആകും. നിഫ്റ്റിയുടെ PCR 0.55 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,250
എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.83 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,800 എന്ന റേഞ്ചിലും. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ നിലവിലെ ട്രെൻഡ് സെല്ലിംഗ് പ്രഷർ ഹയർ ലെവൽസിൽ അനുഭവപ്പെടുന്നുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നത്. തത്സമയം 56,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. 56,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡിമാർട്ട് Q1 കമ്പനിയുടെ പ്രോഫിറ്റില് 0.1% ഇടിവ് രേഖപ്പെടുത്തി. തത്സമയം റവന്യൂ 16.3% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ വഫ സെക്യൂരിറ്റീസ് 0.09% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി സ്വന്തമാക്കി എന്നുള്ള വാർത്തകൾ. ആന്തം ബയോസയൻസ് ഇന്ന് IPO ഓപ്പൺ ആകും. 540 രൂപ മുതൽ 570 രൂപ വരെയാണ് പെർ ഷെയർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 16 സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആകും. ജൂലൈ 21 BSEയിലും NSEയിലും സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യും. VIP ഇൻഡസ്ട്രീസ് CNBC 18 റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. കമ്പനിയുടെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ 51.7% സ്റ്റേക്കാണ് പ്രൊമോട്ടേഴ്സ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. വോഡഫോൺ ഐഡിയ ആൻഡ് എയർടെൽ എക്സ്പെൻസീവ് വാല്യുവേഷൻസിനെ തുടർന്ന് UBS സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓസ്വാൾ പമ്പ്സ് Q4 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 21% ഇടിവാണ് പ്രോഫിറ്റിൽ കാണിക്കുന്നത്. തത്സമയം റവന്യൂവിലും 4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ആദിത്യ ബിർള മണി Q1 റിസൾട്ടിൽ പ്രോഫിറ്റിൽ 6% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം 10% ഇടിവ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.